നമസ്കാരം. ഞാൻ ഫാർമസിസ്റ്റ് ജയശ്രീ. ഞാനിന്ന് പറയാൻ പോകുന്ന മരുന്നുകൾ കഴിക്കുന്ന രീതികളെ പറ്റിയാണ്. മരുന്നുകൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ആഹാരത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് കഴിക്കുക എന്നതാണ്. ആഹാരത്തിന് മുമ്പ് എന്ന് അരമണിക്കൂർ മുമ്പാണ് ഈ ആഹാരത്തിന് മുമ്പുള്ള മരുന്നുകളെല്ലാം കഴിക്കുന്നത്. ഇത് അൻറ്റാസിഡാണ്. അഥവാ ഇൻ കേസ് നമ്മൾ മറന്നുപോയി, ആഹാരത്തിന് മുമ്പ് കഴിക്കാൻ മറന്നുപോയെങ്കിൽ അത് ആഹാരം കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം ഈ ആഹാരത്തിന് മുമ്പുള്ള മരുന്ന് കഴിക്കും. ഭക്ഷണത്തിന് ശേഷം എന്നാൽ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ മരുന്ന് കഴിക്കുക. ഇതാണ് ഭക്ഷണത്തിന് ശേഷം എന്ന് പറയുന്നത്. നല്ല ഭക്ഷണം കഴിച്ച് കുറേ നേരം കഴിഞ്ഞല്ല, ഭക്ഷണം കഴിച്ച ഉടനെ മരുന്ന്. ഈ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മരുന്നുകൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഡിസോൾവ് ആവണം. ഡിസോൾവ് ആയെങ്കിൽ മാത്രമേ അതിൻ്റെ ആക്ഷൻ നടക്കത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ധാരാളം വെള്ളം കഴിക്കുക. വെള്ളപ്പിയിലുള്ള മരുന്നുകളൊക്കെ സിറപ്പൊക്കെ കഴിക്കുമ്പം അത് നന്നായി ഷേക്ക് ചെയ്ത് നന്നായി കുലിക്കിയതിന് ശേഷം മാത്രം മരുന്ന് കഴിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ കുപ്പിക്കകത്ത് മരുന്നുകൾ അതിൻ്റെ അടിയിൽ മെഡിക്കമെൻറ്റ്സ് എല്ലാം വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുലിക്കാതെ കുടിച്ചു കഴിഞ്ഞാൽ മേളിൽ വന്നിരിക്കുന്ന ചെറിയ ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡാണ് നമ്മൾ കുടിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് മരുന്ന് നന്നായി ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന്. നന്നായി കുടിക്കുന്നതിന് മുമ്പ് നന്നായി കുലിക്കിയതിന് ശേഷം മാത്രം കഴിക്കുക. അതുപോലെ ചവച്ച് കഴിക്കുന്ന ഗുളികകൾ, അത് ചൂവബിൾ ടാബ്ലറ്റ് നന്നായി ചവച്ചതിന് ശേഷം, നന്നായി ചവച്ചരച്ചതിന് ശേഷം മറ്റേത് പറഞ്ഞ പോലെ നന്നായി വെള്ളം കുടിക്കണം. എന്നെങ്കിൽ മാത്രമേ ഇത് നമ്മുടെ ബോഡിയിൽ അബ്സോർപ്ഷൻ നടക്കത്തുള്ളൂ. അതിനാണ് ചൂവബിൾ ടാബ്ലറ്റ് നന്നായി ചവച്ചരച്ചതിന് ശേഷം വെള്ളം കുടിക്കണമെന്ന് പറയും. ഇനി പൊടിമരുന്നുകൾ കലക്കുന്നത് എങ്ങനെയാണ്? പൊടിമരുന്നുകൾ കൂടുതലും വരുന്നത് ആൻറ്റിബയോട്ടിക്സിൻ്റെ കേസിൽ. അതാകുമ്പോഴത്തേക്കിന് അതിന് കുറേ ലോങ് ഷെൽഫ് ലൈഫ് കൂടും. അതിനുവേണ്ടിയാണ് പൊടിയായിട്ട് സൂക്ഷിച്ച് വെക്കുന്നത്. ഈ പൊടിമരുന്നുകൾ കലക്കുമ്പോൾ ആദ്യമേ നമ്മൾ കലക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം നന്നായി തിളപ്പിച്ച് ആറിച്ചതിന് ശേഷം ആ മരുന്ന് ആ ബോട്ടിലിനകത്ത് മരുന്നിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ നന്നായി ഷേക്ക് ഒരു കുഴമ്പ് രൂപത്തിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ പറഞ്ഞിരിക്കുന്ന അളവ് വരെ വെള്ളം ഒഴിച്ച് നമ്മൾ പിന്നെയും കുലുക്കി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ ഉണ്ടാക്കുന്ന മരുന്ന് റെഫ്രിജറേറ്ററിൽ തന്നെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അത് പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചർ ഫ്രീസറിനകത്ത് നല്ല ഡോറെ തന്നെയാണ് കൂടുതലും വെക്കേണ്ടതൊക്കെ. ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചു, മരുന്ന് കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും വിധത്തിൽ അലർജിയോ അല്ലെങ്കിൽ അസ്വസ്ഥതകളെ ഉണ്ടാകുകയാണെങ്കിൽ അപ്പം തന്നെ ആ മരുന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ഡോക്ടറെ പോയി കണ്ട് കാര്യം പറയണം, എനിക്ക് ഈ മരുന്ന് കഴിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അലർജിയല്ല, ചിലവർക്ക് നന്നായി വേർക്കും, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഉടനെ പോയി ഡോക്ടറെ കാണും. പിന്നെ ഫാർമസിയിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങിച്ചു, എല്ലാ തരത്തിലെയും മരുന്ന് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫാർമസിയുടെ കൗണ്ടറിൽ നിന്നും പുറത്ത് വരാവുള്ളൂ. ഫാർമസിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഫാർമസി കൗണ്ടർ പുറത്ത് വരാൻ പാടുള്ളൂ. അതുപോലെ തന്നെ 1 വീതം 3 നേരം എന്ന് പറഞ്ഞ് ടാബ്ലറ്റ് നമുക്ക് ഡോക്ടർ കഴിക്കാൻ തരും. അതെന്താണെന്ന് വെച്ചാൽ 1 വീതം 3 നേരം ഒന്ന് കഴിക്കാൻ ഡോക്ടർ നമ്മളോട് പറയുന്നുണ്ട് ആ ടാബ്ലറ്റ്. അതുപോലെ തന്നെ 1 വീതം 2 നേരം, 1 വീതം 4 നേരം, ദിവസം 1, അങ്ങനെ കുറേ ടാബ്ലറ്റ് നമ്മളോട് കഴിക്കാൻ തരും. അപ്പോൾ ഈ 1 വീതം 3 നേരം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ ഇടവിട്ടാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ 1 വീതം 3 നേരം എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ ഇടവിട്ട് വെച്ച് ആദ്യത്തെ ടാബ്ലറ്റ് കഴിച്ച് 8 മണിക്കൂറിന് ശേഷം അടുത്ത ടാബ്ലറ്റ് കഴിക്കുക. അത് കഴിഞ്ഞ് 8 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ടാബ്ലറ്റ്. അങ്ങനെ 3 നേരം 8 മണിക്കൂർ ഇടവിട്ട് നമ്മൾ മരുന്ന് കഴിക്കണം. രണ്ടാമത്തത് 1 വീതം 2 നേരം. രണ്ടാമത്തത് 1 വീതം 2 നേരം. അതായത് അത് 6 മണിക്ക് കഴിച്ചാൽ വൈകുന്നേരം 6 മണിക്ക് കഴിക്കാവുള്ളൂ. അങ്ങനെയാണ് ഇത്. പിന്നെ ഇനിയത്തെ കേസ് എന്ന് പറയുന്നത് 1 വീതം 4 നേരം. 1 വീതം 4 നേരം എന്ന് പറയുന്നത് 6 മണിക്കൂർ ആദ്യത്തെ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ 6 മണിക്കൂർ ഇടവിട്ട് അടുത്തത്, അത് കഴിഞ്ഞ് 6 മണിക്കൂർ ഇടവിട്ട് അടുത്തത്, അത് കഴിഞ്ഞ് 6 മണിക്കൂർ ഇടവിട്ട്, അങ്ങനെ 4 തവണയും 6 മണിക്കൂർ ഇടവിട്ടാണ് മരുന്നുകൾ കഴിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ മരുന്നുകൾ. പിന്നെ 1 നേരം കഴിക്കാനുള്ളത് ചിലപ്പോൾ രാവിലെ കഴിക്കാനും അല്ലെങ്കിൽ വൈകുന്നേരം കഴിക്കാനും ഒക്കെയാണ്. ചിലപ്പോൾ ചില കേസുകൾ ഉച്ചയ്ക്ക് 1 നേരം കഴിക്കാനുള്ളത് മരുന്നുണ്ട്. അത് ഒറ്റ നേരം മാത്രം, ബാക്കിയെല്ലാം ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ കീപ്പ് ചെയ്യാറുള്ളൂ. ഇന്നത്തെ വീഡിയോ. ഇനി പുതിയ വീഡിയോകളുമായി ഇനിയും കാണാം. ബൈ ബൈ.